അപ്പോഴിതാ കൂട്ടുകാരെ, നമ്മുടെ പ്ലാവേലെ ചക്കയൊക്കെ നിറച്ചുമായിട്ടുണ്ട്. താഴെ നിന്ന് മേള് വരെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ വന്ന് എപ്പോഴും നോക്കി നിൽക്കുമായിരുന്നു. അയ്യോ ചക്ക വീഴുന്നില്ലേ, അമ്മയും ചോദിക്കുമായിരുന്നു, പ്രിയേ ചക്ക വീണില്ലേ നമ്മുടെ പ്ലാവേല. ഞാൻ പറഞ്ഞു ഇല്ലമ്മ എന്തേ നിറച്ച് പൂത്തിറങ്ങി നിൽപ്പുണ്ട് കേട്ടോ നമ്മുടെ പ്ലാവേല് ചക്ക. പിന്നെ സരസുവിൻ്റെ കൊര, അതും എന്നോട് ചോദിക്കുക അത് വിളഞ്ഞില്ലേ. ഞാൻ പറഞ്ഞില്ല അമ്മേ, അത് വിളയുമ്പോൾ നമ്മൾ തന്നെ അത് സുപ്പ് തന്നെ അത് കണ്ടിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വിളവൊന്നും ആയില്ല കേട്ടോ, വിളവൊന്നും ആയില്ല. കണ്ടോ പ്ലാവ് നിറച്ചും ചക്കയുണ്ട്. കൂഴ പിന്നെ പറയണ്ടല്ലോ, വാഴയുടെ കാര്യം പറയണ്ടല്ലോ. വാഴ ദേ എല്ലാം ഒടിഞ്ഞ് തകർന്ന് തരിപ്പണമായി കേട്ടോ. ഈ ചൂട് കൊണ്ടാണ് നമ്മുടെ വാഴ മൊത്തം ഇങ്ങനെ പിഴുത് ഇങ്ങനെ വീഴുകയാണ്. ദേ കൊലയുണ്ട് കേട്ടോ. ഒന്നും ആയില്ലായിരുന്നു. നല്ല മുട്ടനൊരു കൊലയാണ്, പക്ഷേ ഒന്നും ആയില്ല. ദേ കിടക്കുന്നു ചാഞ്ഞ് ചരിഞ്ഞ്. തോരൻ വയ്ക്കാൻ പോലും കൊള്ളത്തില്ലെന്നുള്ളതാണ്. എല്ലാ വാഴയും ഒടിഞ്ഞങ്ങ് വീഴുകയാണ്. ആംബുലൻസ് പോകും. നമ്മുടെ കൃഷിഭവനിൽ നിന്ന് എനിക്ക് കിട്ടിയ പറങ്കാവാട്ടോ. കുറച്ച് ഇത് പൂത്തു. നോക്കാം നമുക്ക് ഇപ്രാവശ്യം ഇതിനകത്ത് പറങ്ങാണ്ടി കിട്ടുമോന്ന്. വലുതായി, പറങ്കാവ് വലുതായിട്ടുണ്ട് കേട്ടോ. കുറച്ച് പൂത്തിട്ടുണ്ട്. പറങ്ങാണ്ടി മേളിൽ പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. അത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ വന്ന് നോക്കിയില്ല കേട്ടോ. ദേ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്തോന്ന് സൂം ചെയ്ത് കാണിക്കണോ? അവിടെ ഒരെണ്ണം ആടിയോല ഞാൻ കിടക്കുന്നു കേട്ടോ. പറങ്കാവ് ഇത് വലുതായിട്ട് പടർന്ന് കയറുന്ന പിന്നെ എന്താ പറങ്കാവല്ല കേട്ടോ. ഒരു ഓലമടൽ കിടക്കുന്നു. അത് വലുതായിട്ട് ആവുന്ന ഇതല്ല, പറങ്കാവല്ല. ഓലമടൽ എനിക്ക് വേണം. മണ്ണെണ്ണയെ നമുക്ക് കിട്ടുന്നില്ല. അന്നേരം ഓലമടൽ കിട്ടിയേ. തീയരിക്കണ്ടേ. ഇങ്ങോട്ട് വന്നതുകൊണ്ട് നമുക്ക് 2 ഓലമടൽ കിട്ടി കേട്ടോ. ഓലമടൽ കിട്ടി. പെട്ടെന്ന് തീയരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഓലച്ചൂട്ട് എടുത്ത് വെച്ചാൽ മതിയല്ലോ തീ വെക്കാൻ. പിന്നെ എടുത്തോളാം. ഞാനേ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓമക്കുട്ടൻ്റെ കാര്യം. എനിക്ക് നിന്ന് പറിക്കാൻ പാകത്തിന് ഒരു ഓമമരം ഉണ്ടായെന്ന് ഞാൻ ഇന്നാളെ കാണിച്ചായിരുന്നു കേട്ടോ. എനിക്കിവിടെ താഴെ നിന്ന് അടത്താൻ കേട്ടോ. ഇത്രയായി നമ്മുടെ ഓമയ്ക്ക. എന്നെക്കാൾ ഇച്ചിരി കൂടെ പൊക്കയുള്ളൂ കേട്ടോ. എളുപ്പം വിളയണം കേട്ടോ നിന്നെ പഴുപ്പിച്ചെടുക്കാൻ. ആദ്യത്തെ ഓമയ്ക്കയിൽ നമുക്ക് പഴുപ്പിച്ചെടുക്കാം അല്ലേ? ഇവനെ നമുക്ക് പഴുപ്പിച്ചെടുക്കാം. മിടുക്കൻ കേട്ടോ. ഗുഡ് ബോയ് അല്ലല്ലോ. ബോയ് ആണെങ്കിൽ ഇവളിങ്ങനെ ഓമയ്ക്ക പിടിച്ച് തരുമോ? ഗേൾ. അയ്യോ, ഇച്ചിരി ആയതേ ഉള്ളൂ പൊട്ട. നമുക്കതേ വിളവൊക്കെ ആവട്ടെ. ഫുള്ള് കരിയിലയാണ് അയ്യത്തെ. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുമെന്നറിയാം. ഒരറ്റത്തുനിന്നൊരു തീടിയിലുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മളെ തെങ്ങിൻ്റെ കൂട്ടി ഇങ്ങനെ എല്ലാം കൂടെ കണ്ടിച്ച് ഉറക്കിയിടും കേട്ടോ, തണൽ കിട്ടാൻ വേണ്ടി. വാഴച്ചപ്പും ഓലയുടേതും എല്ലാം കണ്ടിച്ച് ഉറക്കി അങ്ങോട്ട് ഇടുവന്നേ, തണലിന് വേണ്ടി. ഒരറ്റത്ത് നിന്ന് അങ്ങോട്ട് കത്തിച്ചാൽ മതിയെന്നേ, അങ്ങോട്ട് കത്തുവന്നേ. ഇന്നലെ ഇവിടെയൊക്കെ മഴ പെയ്തു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നമ്മൾ നോക്കി നമ്മുടെ സരസ്വനാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കറങ്ങുന്നതാട്ടോ. ഞാൻ വലിയ കറങ്ങത്തില്ലെന്നേ. നമ്മുടെ മഞ്ഞപ്പൂവുള്ള ചെടി ഇതുവരെ പൂത്ത് കഴിഞ്ഞില്ല കേട്ടോ. വീണ്ടും പൂത്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്ത് രസമാണെന്നറിയാമോ. ഇന്നലെ മഴ പെയ്തെങ്കിലും
ഇവിടെ പൂവൊന്നും പോയില്ല കേട്ടോ. ഇങ്ങനെ മതിലേക്കട നമ്മുടെ മതിലൊക്കെ ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കി പെയിൻ്റ് അടിക്കണമെന്ന് പറഞ്ഞിരിക്കുക ഞങ്ങൾ കേട്ടോ. ദേ പൂത്ത് കളഞ്ഞ നമ്മുടെ മതിലിൻ്റെ മേലേക്കട കിടക്കുകയാണ് പൂവ്. പാക്ക് കണ്ട, പനയിലെ പാക്ക് കണ്ട, നമ്മുടെ ഇവിടുന്ന് കണ്ടോ. അങ്ങോട്ട് പൂങ്കാവനമാണേ, പൂങ്കാവനം. ഇനിയിപ്പം മഴ പെയ്തപ്പോഴത്തേനും എല്ലാം അങ്ങോട്ട് തളർക്കും. മഴ പെയ്തല്ലോ 2-3 ദിവസം കൊണ്ട് നമുക്കിവിടെ മഴ കിട്ടുന്നത് കൊണ്ട് എല്ലാത്തിനും നല്ല പച്ചപ്പാണ്, സൂപ്പറാണ് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയാണ്, പച്ചപ്പ്. എനിക്ക് ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഈ ഫ്രണ്ട് ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സൂപ്പറാണ്, നല്ല പച്ചപ്പാണ്. ചിന്നും മിന്നും ഒക്കെ ദേ ഇരിക്കുന്നു. പിന്നെ എൻ്റെ റംബൂട്ടാനൊക്കെ പിള്ളേരെ ആദ്യമായിട്ടൊക്കെ പൂത്തൊക്കെ നിൽപ്പുണ്ട്. 2 മരം നമുക്ക് പൂത്ത് നിൽപ്പുണ്ട്. ആണാണോ പെണ്ണാണോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ പൂ കണ്ടിട്ട് ഒന്നും പറയാനും ഒക്കത്തില്ല. ഇല കണ്ടിട്ടാണ് പറയുന്നത് കേട്ടോ. ചെറിയ ഇലയാണെങ്കിൽ പെണ്ണാണെന്നാണ് പറയുന്നത് നമ്മുടെ റംബൂട്ടാൻ. പിന്നെ അതേ ഓമയ്ക്കക്കുട്ടൻ്റെ കാര്യം പറയണ്ട, അവനങ്ങോട്ട് പഴുത്ത് തുടുത്തൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഒരു വലുത് നിൽപ്പുണ്ട്, പഴുത്ത് നിൽപ്പുണ്ട്. അത് നമുക്ക് കുത്തിയിടണം. പിന്നെ ആട്ടെ, കിളികളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം കേട്ടോ. അവരും കൂടെ കഴിക്കട്ടെ, നമ്മൾ മാത്രം കഴിച്ചാലോ, അവരും കഴിക്കണം. 1, 2, 3 പേര് ഇവിടെ വിളിച്ച് പാത്തിരിക്കും. എൻ്റെ ശബ്ദം കേട്ടപ്പം പാത്തിരുന്ന പൂച്ച കുഞ്ഞുങ്ങൾ കണ്ടോ കണ്ടോ, അതിനകത്തിരിപ്പുണ്ട് കേട്ടോ. എന്നെ കണ്ടപ്പം പാത്തിരിക്കുകയാണ്. ആ മൂക്കിരിക്കുന്നുണ്ടോ, പാത്ത് നോക്കിയാണ് കേട്ടോ. ഇതിനകത്തിരിപ്പുണ്ട്. നമ്മുടെ കളിയിലാട്ടോ, കളിയിലിനകത്ത് ഇതങ്ങനെ തുറക്കത്തില്ല. നമ്മുടെ സൈറ്റിലേക്കുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൂട്ടി വെച്ചൊക്കെ ഇതിനകത്ത് കേട്ടോ. എങ്ങനെയോ അമ്മ ഇതിനകത്ത് വന്ന് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് മക്കളെയും കൊണ്ട് ഇവിടെ താമസമാക്കിയിട്ടുണ്ട്. ഞങ്ങളെ പിടിക്കും കേട്ടോ, ഞങ്ങളെ പിടിക്കും എല്ലാവരെയും. നോക്കിക്കോ. ഒരു പേരയ്ക്കക്കൂട്ടം നിൽപ്പുണ്ട്. എന്തായാലും നമ്മളിവിടെ വന്ന് ഇവനെ നമുക്ക് ഒന്ന് തട്ടിയിട, അല്ലെങ്കിൽ വവ്വാൽ കൊണ്ടുപോകും കേട്ടോ. വവ്വാലിന് കൊടുക്കുന്നത് ഭേദമല്ലേ സുപ്പ് കഴിക്കുന്നത്. പറയുന്നു. എങ്ങനെയുണ്ട് എൻ്റെ മിടുക്ക്? അടിപൊളി മിടുക്കല്ലേ. ഉണ്ട് കേട്ടോ, വേറെ ഉണ്ട്. കരിയിട്ടൊക്കെ കഴിക്കാൻ, പഴുത്തതാ. കരിയിട്ടൊക്കെ കഴിക്കാം. നിങ്ങൾ കണ്ട അപ്പൂപ്പന്താടിയെ കണ്ടോ? വേണ്ട, ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കാണും. അങ്ങനെ ഞാൻ പറക്കി കൊണ്ട് വയ്ക്കും, ഒരു ടിന്നിനകത്ത് ഇട്ട് വയ്ക്കും. വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ, സുപ്പിന് കളിക്കാൻ. അപ്പൂപ്പന്താടി കണ്ട. ഇപ്പം മുറ്റത്ത് പോകാൻ, മുറ്റത്ത് പോയി ഇവനെ അങ്ങോട്ട് നമുക്ക് എന്താണ് പറത്ത. അപ്പൂപ്പന്താടി അപ്പൂപ്പന്താടി അപ്പൂപ്പന്താടി. വെയിലാണ്, വെയിൽ. ഊതട്ടെ ഓടാ അപ്പൂപ്പന്താടി. അവൻ ആരോഗ്യമില്ലാത്ത അപ്പൂപ്പന്താടി കേട്ടോ. നിക്കടാ എന്ത് വീണ്. ആരോഗ്യമില്ലാത്ത അപ്പൂപ്പന്താടി കേട്ടോ, ആരോഗ്യമില്ലാത്ത അപ്പൂപ്പന്താടിയാണ്. ആരോഗ്യമില്ലാത്ത അപ്പൂപ്പന്താടി ഇവിടെ എടുത്ത് വെച്ചേക്കാം. എനിക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ നമുക്ക് പറത്ത ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കുന്നവൻ ചാടിപ്പോവും കേട്ടോ. ഇവിടെ ഇരിക്കുന്നവൻ ചാടിപ്പോവും, അങ്ങനെയാണ് ഇവൻ്റെ വേല. അപ്പോൾ അപ്പൂപ്പന്താടി അവിടെ ഇരിപ്പണ്ടേ. പേരയ്ക്ക ചോറുണ്ടല്ലോ കേട്ടോ, ചോറുണ്ടല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ ഉള്ളൂ, അമ്മയും കൊണ്ട് പോയിട്ട് വന്നേ. ഒരു പരുവായി കേട്ടോ ഞാൻ. അപ്പോഴാ വീഡിയോ എടുക്കാൻ ഇറങ്ങിയത് കേട്ടോ. ഒരു പേരയ്ക്കക്കുട്ടനെയും കിട്ടി. നമ്മൾ പേരയ്ക്കുന്നുകൊണ്ട് ഇവിടെ ഇരുന്ന് കഥ പറയാം. ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ.